ഇപ്പൊ ഈ കുട്ടിയെ കാണാനായിട്ട് അവിടെ ചെല്ലുമ്പോ പിന്നെ നഴ്സറിയിലാ പോയി കാണുന്ന നഴ്സറിയിൽ അവള് ഇപ്പൊ ആക്കാറില്ല, അവൾക്ക് വയ്യാതായി. ഒരു തവണ ഞാൻ രാത്രി വിളിച്ചായിരുന്നു, ഞാൻ കൊച്ചിനെ കാണാൻ രാവിലെ വരുമെന്ന് പറഞ്ഞ റോഡിൽ വന്ന് കണ്ടിട്ട് പോയിക്കണം, വീട്ടിൽ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഞാൻ കയറി എന്തെങ്കിലും ചെയ്യും പറഞ്ഞായിരുന്നു. ഫോണിൽ വിളിച്ചു ഞാൻ പറഞ്ഞായിരുന്നു, ഇതുവരെയും വന്നിരുന്നില്ല മാഡം, ഒരിക്കൽ പോലും വന്നില്ല. അയാള് വന്നു കഴിഞ്ഞാൽ ഇയാളെ ഭയങ്കര സംസാരമാണ്. പിന്നെ ആ വീട് 4 ചുറ്റും വീടുകളാണ്, ഇഷ്ടംപോലെ വീടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട്. ഇയാൾ ആ വീട് മൊത്തം കേൾക്കാൻ വേണ്ടി കിടന്ന് നമ്മളെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ വീട്ടിൽ തീരണം, ആ റൂമിൽ തീരണം പ്രശ്നം. അതാണ് എൻ്റെ അഭിപ്രായം. ഇയാൾ ആ വീട് മൊത്തം അവിടെ ആ ഏരിയ മൊത്തം അറിയിക്കും, അത്രയ്ക്ക് ബഹളം ഒച്ച ഉണ്ടാകും. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും അയാൾ എന്തെങ്കിലും അങ്ങ് സംസാരിച്ച് എന്തെങ്കിലും ചെറിയ കാര്യമായാലും എന്തെങ്കിലും എന്നും കാണും പ്രശ്നം. ഇപ്പം കുറേ നാളുകൊണ്ട് പണിയും കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ പിന്നെ ഇയാളെ വിട്ട് മെന്റൽ ആക്കണ്ടെന്ന് വെച്ചാണ് ഞാൻ കുറെ നാൾ വരാ പോവാത്തത്. അല്ല, കുറച്ചു ദിവസം വന്നില്ല എന്ന് വെച്ചിട്ട് അച്ഛൻ വരുമ്പോ കാണാതിരിക്കാൻ പറ്റും? അങ്ങനെയല്ല മാഡം, ഞാൻ വന്നില്ല അവളെ കാര്യങ്ങൾ കാരണം ആശുപത്രിയിൽ വയ്യാതെ നിങ്ങൾ കയറി തൂങ്ങി, നിങ്ങൾ കുരുടം കഴിക്കും എന്നോട് പറഞ്ഞിട്ടുണ്ട് സത്യത്തിൽ. രാത്രി കാരണം ജോലിക്ക് പോയി ഞാനും എന്റെ കൊച്ചു എങ്ങനെ കഴിയും, ആരുടെ കഴിയും, എന്ത് കഴിയും? അവക്ക് ആ സ്ത്രീ പോയി വേല ചെയ്ത് വല്ല വീടുകളിലും ചെന്ന് പാത്രം കഴിയാണ് എന്നെ നോക്കണം. ഈ പ്രായത്തിൽ അവർക്ക് എന്നെ നോക്കാനുള്ള ഗതികേട്. കുട്ടി, ഞാൻ പറയട്ടെ, എന്തൊക്കെ തന്നെയാണെന്ന് പറഞ്ഞാലും ഈ അമ്മ നമ്മളെ നോക്കണം, നമ്മളെ നോക്കുന്നു, നമുക്ക് ചെലവിനും എല്ലാം ശരിയാണ്. പക്ഷെ ഈ ഭാര്യയുടെയും ഭർത്താവിന്റെയും കാര്യത്തിൽ ഈ വലിയ ബന്ധുക്കളെന്ന് പറയുന്നവരുടെ ഇടപെടലും സംസാരവും വലിയ കുഴപ്പമാണ്. പക്ഷേ അത്യാവശ്യം നിനക്ക് വിദ്യാഭ്യാസമുണ്ട്, ഇത് നല്ലത് ഉപദേശിക്കുകയാണെന്നും പറഞ്ഞ് നിരന്തരം പെറ്റമ്മയാണെന്ന് പറഞ്ഞാലും ഞാൻ ഇറങ്ങി പോകുന്നെന്നും പറഞ്ഞ ഒപ്പവും നിങ്ങൾ തങ്ങളിലുള്ള പ്രശ്നം നിങ്ങൾ തങ്ങളിൽ തീർത്തു, സംസാരിച്ചു. അത് നമ്മുടെ 4 ചുമരുകൾ മാത്രമേ അറിയാവൂ എന്ന് വിചാരിച്ച് നിന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൂടി കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറി, അല്ലെ 2 ദിവസം പിണങ്ങിയെന്നു, കുഴപ്പമില്ല. ഇതിനകത്ത് മൂന്നാമതൊരാൾ വന്ന് ഇടപെടുമ്പം അവരുടെ അമ്മ പെരുമാറുന്ന പല കാര്യങ്ങളും ഇഷ്ടമല്ലാത്തത് കൊണ്ടാണല്ലോ ഇയാൾക്ക് അവിടെ നിൽക്കാൻ വയ്യാത്ത. അവരുടെ അമ്മയുടെ അവിടെ ആണോ? അത് തന്നെയല്ലേ അയാളുടെയും വികാരം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു വാടകയ്ക്ക് എടുത്ത് ഞങ്ങൾക്ക് രണ്ടുപേരും ഞാനും കൂടി എന്നെ കൊണ്ട് പറ്റുന്നത് ചെയ്ത് നമുക്ക് ജീവിക്കാം. അത് പക്ഷേ എന്താ പറ്റുന്നറിയാവോ, ഈ സാമ്പത്തികം ഒരു കാര്യം ആലോചിക്കണം. നിങ്ങൾ അവിടെ നിൽക്കണം, നിങ്ങൾക്ക് അവകാശപ്പെട്ട ഒരു വീടാണ്. സുഖമില്ലാത്ത ആളാണ് അച്ഛൻ, അച്ഛനെ നോക്കണമെന്ന് എനിക്ക്. പക്ഷെ അവരമ്മ അത്രമാത്രം അനുഭവിച്ചോണ്ട് വരണം, എനിക്ക് വയ്യ. ഇയാള് ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ വരുമ്പോൾ അമ്മയാണ് എല്ലാം ചെയ്യാറ്. അപ്പോൾ ഇയാള് നേരെ വരാൻ വേണ്ടി അവരെന്തെങ്കിലും പറയും. കാരണം വീട്ടിലെ അമ്മ പറയും, അങ്ങനെ ഇങ്ങനെ ചെയ്ത് എന്തിനാ അങ്ങനെ എന്നൊക്കെ പറയും. അപ്പോൾ അയാൾക്ക് വിഷമമാവും. കാരണം അത് കാര്യം പറയണം, പിന്നീട് നേരെ വേണ്ടിയാണ് അമ്മ പറയണത്. എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? അമ്മ ഇത്ര പ്രായമായി, നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് അവരെ മാറ്റിയെടുക്കാൻ. അവർക്ക് അറിയാലോ ഇത്ര നമ്മൾക്ക് സമ്പാദിച്ചു കൊണ്ടുവരുന്നതിന്. അപ്പം ഇങ്ങനെ നശിപ്പിച്ച് ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, അവര് ഈ ഇങ്ങനെ കിടന്ന് നശിപ്പിച്ച് കളയുന്നത് എനിക്ക് സഹിക്കുന്നില്ല. സൂര്യ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അപ്പൊ ശരിയാണ്, അതുകൊണ്ടാണ് നീ അവിടെ നിന്ന് മാറിപ്പോയത്. നല്ല കാര്യം, കാരണം കൊണ്ടുവരുന്നത് ഞാൻ പറയട്ടെ. ഇപ്പൊ എന്താ സംഭവിച്ചേ? ഇപ്പോഴും സമ്പാദിച്ചു കൊണ്ടുവരുന്നത് സൂക്ഷിച്ചു വെക്കാൻ പറ്റിയിട്ടുണ്ടോ? എന്റെ അമ്മ എന്നെയും നോക്കി എന്റെ ചേട്ടൻ എനിക്ക് തരുന്നില്ല. വീട്ടിലിരുന്നപ്പോ തരുമായിരുന്നോ? അവിടെ അല്ല, എന്റെ വീട്ടിലായിരുന്നപ്പോഴും തരുമായിരുന്നു. ജോലിക്ക് പോകുമ്പോ കൊണ്ട് തരും. ഈ ജോലിക്ക് പോകുമ്പോ കൊണ്ട് അമ്മ തരേണ്ട കാര്യം എന്തുകൊണ്ടാണ്? നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ അമ്മയുടെ വീട്ടിൽ താമസിച്ചത് കൊണ്ടല്ലേ അമ്മ എല്ലാ കാര്യത്തിനും ആ അമ്മയുടെ കാശ് കൊണ്ട് തരുന്നത്? ഇപ്പൊ ഭർത്താവിന്റെ വീട്ടിൽ പോയി താമസിക്കുകയായിരുന്നെങ്കിൽ ഭർത്താവിന്റെ ഉത്തരവാദിത്വം ആവുമല്ലോ അത് കൊണ്ട് തരേണ്ടത്. അവിടെ താമസിച്ചിട്ട് എനിക്ക് നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. എനിക്കെല്ലാം നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. കാരണം എന്റെ കൊച്ചിന്റെ എന്തെങ്കിലും പറയും, ഞാൻ മെത്ത വാങ്ങിച്ചതാണ്. ഈ 2000 രൂപ കൊടുത്ത് ഒരു കട്ടിലും മെത്ത അവർക്ക് നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്, അതൊന്നും വാങ്ങിച്ചൂടെ? കൊച്ചിന്റെ ഇതെല്ലാം എടുത്ത് വാങ്ങിക്കുന്നു. കൊച്ചിന് നൂലുകെട്ടിന് ചെറിയ മോതിരം, ചെറിയ കമ്മല് കുറച്ച് കിട്ടിയായിരുന്നു. ചെറിയ അത് എന്തായാലും ഒരു 3 വയസ്സ് കഴിഞ്ഞാൽ അത് ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതിനെ ഞാൻ എന്ത് ചെയ്ത്, ഇയാളെ വീട്ടിലൊരു ഇൻസ്റ്റാൾമെന്റ് ആരും വന്നായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ എന്തെങ്കിലും ചെറിയ സാധനം ഉണ്ടെങ്കിൽ മേടിച്ച് ഇടണം, നമുക്കത് ആഴ്ചയോറും കൊടുക്കാം. അങ്ങനെ ഇയാള് ഒരു മെത്ത മേടിച്ചായിരുന്നു. അതിന് 3000 രൂപ 1500 രൂപ വിലയുണ്ട്. അപ്പോഴത് ഇന്ന് ഞാൻ പറഞ്ഞത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വന്ന് മേടിച്ചിടണമെന്നാണ്. അയാൾക്ക് നാളെ തന്നെ പൈസ കൊടുക്കണം, റെഡി പൈസ. അങ്ങനെ അയാൾ ഞാൻ പണി കഴിഞ്ഞ് വന്നപ്പോൾ ഇയാൾ മേടിച്ച് വീട്ടിട്ടായിരുന്നു. നാളെ പൈസ കൊടുക്കണം 3500 രൂപ. അങ്ങനെ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ ഞാൻ കൊച്ചിന്റെ ആ കിട്ടിയതിനെ കൊണ്ട് ഞാൻ ഓടിച്ചെന്ന്. കാരണം ആളെ വരാന്ന് പറഞ്ഞിട്ട് നാണം കൊടുക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ നാണക്കേടല്ലേ, അതുകൊണ്ട് അതിനെ വിറ്റ് ആ പൈസ കൊടുത്തു. അതാ ഇപ്പൊ അയാൾ പറഞ്ഞു. നമ്മൾ ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച്, പൈസ, സ്വർണം, ഈ ചെലവ് കാര്യങ്ങൾ, ഇത് മാത്രം സംസാരിക്കുമ്പം ജീവിതം യാന്ത്രികമായി പോകും.
അതിനൊക്കെ അപ്പുറത്താണ് സ്നേഹം എന്ന് പറഞ്ഞ സംഗതി. മനസ്സിലായില്ലേ? ഒന്നാമത് ഇയാൾക്ക് ആരോഗ്യപരമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുള്ള ഒരു കുട്ടിയാണ്. മനസ്സിലായോ? അച്ഛൻ പിന്നെ മുൻപേ അസുഖമുള്ള ആളാണ്. അച്ഛൻ ജന്മന സംസാരിക്കില്ല. അങ്ങനെ ഒരു മനുഷ്യന്റെ കൂടെ താമസിക്കുന്ന സ്ത്രീയാണ്. എന്നാ ആലോചിച്ചു ആ സ്ത്രീയുടെ ത്യാഗം. അല്ലേ പൊന്നെ ഓമനെന്നൊന്നും വിളിക്കാൻ കഴിവില്ലാത്തൊരു മനുഷ്യന്റെ കൂടെയാണ് ആ സ്ത്രീ താമസിക്കുന്നത് ഇത്രയും വർഷങ്ങളായിട്ട്. അയാളെ ശുശ്രൂഷിച്ചിരിക്കുന്നു. ആ സ്ത്രീയുടെ ഉള്ളിനകത്ത് വലിയൊരു നന്മയുള്ളൊരു മനസ്സുണ്ട്. കുട്ടിക്ക് അതിനുള്ള പ്രായമില്ല, എങ്കിലും അത്യാവശ്യം വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് പറയാ, ചിന്തിക്കുക ആ സ്ത്രീ എങ്ങനെയുള്ളൊരു ജീവിതമാണ് ജീവിച്ചത്. അയാളെ ശുശ്രൂഷിച്ച് 2 മക്കളായ കാര്യം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലും അവരുടെ സ്നേഹം പിടിച്ചു പറ്റുക എന്നുള്ളത് നമ്മളൊരു വാശിയായിട്ട് എടുക്കണം. പിന്നെ നിങ്ങൾക്ക് അവകാശപ്പെട്ട വീടാണത്, നിങ്ങളുടെ കുഞ്ഞിന് അവകാശപ്പെട്ട വീടാത്. അവിടെ നിങ്ങൾ അയാളുടെ കൂടെ താമസിക്കുക. അയാളെ പറഞ്ഞ് തിരിച്ച് നേരെയാക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം. അത് സൂര്യക്ക് പറ്റും. ബന്ധുക്കളെ നമുക്ക് വിളിച്ചു നോക്കാം. വരട്ടെ, 2 പേരുടെ, വിനോദിന്റെ സൂര്യയുടെ. ഇവിടെ ഇപ്പം സൂര്യ പിന്നെ പരാതി എന്ന് പറഞ്ഞ ഒരു സംഗതി, ഭയങ്കരമായ പരാതികളോ വിനോദിനെ കുറിച്ചുള്ള മോശം അഭിപ്രായമോ പ്രശ്നങ്ങളോ ഒന്നും പറഞ്ഞല്ല വന്നത്. ഒരു ഗൗരവമുള്ള ഭർത്താവായിട്ട് വിനോദ് ആവണം. ഒരു സീരിയസ്നെസ് പോരാ, ഒരു കുട്ടിക്കളിയായിട്ട് നടക്കുകയാണ്. അപ്പൊ എന്റെയും കുഞ്ഞിന്റെയും കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ ഒരു ഉത്തരവാദിത്തമായിട്ട് നടക്കണം. 4-5 മാസമായിട്ട് കാര്യങ്ങളൊന്നും അന്വേഷിക്കുന്നില്ല. അതൊക്കെയാണ് ചെറിയ ചെറിയ കാര്യങ്ങളാണ് പ്രധാന പ്രശ്നം. പിന്നെ അവിടെ വന്ന് നിൽക്കുമ്പം ആ കുട്ടി വളർന്നു വന്ന ചില സാഹചര്യങ്ങളുണ്ടല്ലോ അമ്മ. അപ്പൊ അത് വെച്ചിട്ട് അവളുടെ മനസ്സിൽ ഇപ്പം പുതിയൊരു സ്ഥലത്ത് വന്ന് പെട്ടിട്ട് അവിടെ അതിന്റെ അമ്മയേക്കാൾ കൂടുതൽ സ്നേഹമായിട്ട് നിങ്ങൾ പെരുമാറണമെന്ന് അവൾ പ്രതീക്ഷിക്കുന്നു. പല സമയങ്ങളിലും അമ്മ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ, എന്നെ കുറ്റം പറയുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് വിഷമമാണ് എന്നൊക്കെയാണ് പറയുന്നത്. എന്റെ വാക്ക് പറയാലോ, വേല കുറ്റം പറയും, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. അത്രേ ഉള്ളമ്മ, അതിന്റെ കാര്യം തന്നെ പറഞ്ഞത്. ജോലിയൊന്നും ചെയ്യൂല, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞിരിക്കും. അതിനെ ഒന്നും അറിഞ്ഞൂടാ. വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോ പിന്നെ പണിയൊന്നും ചെയ്യാൻ പറ്റാട്ട് അറിഞ്ഞൂടായിരുന്നു. അല്ലാതെ ഒരു കുറ്റം ഇന്നേത് പറഞ്ഞു. അല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല. ആ കൊച്ചും പറഞ്ഞിട്ടില്ല. വേറെ മോശമായിട്ട് പറയൂ അങ്ങനെ ഒന്നുമല്ല. ഞാൻ ചെയ്ത അമ്മയ്ക്ക് അതെന്തോ സൂര്യയെ പറ്റി എന്തോ അഭിപ്രായം പറയാം? സൂര്യയെ കുറിച്ച് പ്രത്യേകിച്ച് അഭിപ്രായം എന്ന് പറയുമ്പോഴത്തേക്ക് അവള് കുറച്ചു ദിവസം വന്ന് ഇവിടെ അവന്റെ വീടുമായിട്ട് നിന്നതാണ്. നിന്ന സമയത്ത് അവൻ 5 ദിവസം ജോലിക്ക് പോയിട്ട് വന്ന 6-ന്റെ അന്ന് അവർക്ക് എവിടെയെങ്കിലും പോകണം. കയ്യിൽ പൈസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവര് പിറ്റേന്ന് ഉടനെ ആശുപത്രി അവിടെ എവിടെ മുന്നിട്ട് ഇവരങ്ങ് കറങ്ങി നടക്കും 2 ദിവസം. അത് കഴിഞ്ഞിട്ട് അപ്പൊ പിറ്റേന്ന് അല്ലെങ്കിൽ അതിന്റെ പിറ്റേന്ന് ഇവര് തള്ളയും അമ്മൂമ്മ തള്ളയും കൂടെ അവിടെ വരും. വന്നിട്ട് കുട്ടിയെ എടുത്തോണ്ട് അങ്ങ് പോകും. കൊച്ചിനെ എടുത്തോണ്ട് പോണേന്റെ തൊട്ട് പിന്നാലെ അവളും അങ്ങ് പോകും. പിന്നെ അവൻ പോകൂല. പിന്നെ അവൻ ജോലിക്കും പോകൂല. അവൻ 2 ദിവസം അങ്ങോട്ട് പോവാതെ നിൽക്കും. അപ്പൊ ഇവന്റെ ഉള്ളിൽ ചെന്തടാ അത് അവള് ഞാൻ പറഞ്ഞ കേൾക്കാതെ അവള് പോയെന്തിനി എന്നുള്ളതാണ് അവന്റെ ചോദ്യം. ഞാൻ ഇവരെ 2 പേരെ ശാസിച്ചിട്ടേ ഉള്ളൂ ഇതുവരെ. അത് ഇവനെ ഇന്നൊരു ഈ സമയം വരെ അവനെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടേ ഉള്ളൂ. നീ എന്തുകൊണ്ട് ഒരു കൊച്ചു കിടക്കാനില്ലേ, ഒരു കുട്ടി നിനക്കില്ലേ, നീ എന്തുകൊണ്ട് അവരെ വിളിച്ചുകൊണ്ട് വന്ന് വേല കൊടുക്കണ്ട? മാമി അത് ഞാൻ പറയെടുത്ത് ഞാൻ ജീവിക്കാൻ വിളിക്കെടുത്ത് അവൾ വരത്തില്ല, അതിനെ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ നടക്കണത് എന്നാണ് അവന്റെ അഭിപ്രായം. രാധാമണി അല്ലേ? രാധാകുമാരി. പറഞ്ഞു കുറെ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട പറഞ്ഞാല് എല്ലാം എനിക്ക് യോജിക്കാൻ പറ്റൂല. ഇപ്പം നെടുമങ്ങാടൂരുടെ പോണതാണ് ഒരു യാത്ര. നമ്മൾ എവിടുന്ന് അവള് ചിലപ്പോ വീട്ടിൽ ഇരുന്ന് മുഷിഞ്ഞ് വീട്ടിൽ ഒരുപാട് അങ്ങ് ഇരിക്കാനുണ്ട്, വീട്ടിൽ പുറത്തിറങ്ങാറില്ല. അപ്പോഴും പറയും 2-3 ദിവസം പണിക്ക് പോകുമ്പോ ചേട്ടാ ഞാൻ സൈഡ് പറയല്ല പറയും ചേട്ടാ എന്നെ അത്ര മ്യൂസിയം വരെ കൊണ്ടുപോകും. അവിടുന്ന് 10 രൂപ പോയിന്റേ ഉള്ളൂ. വണ്ടി ആരെടുത്തു കൊടുത്ത്? ഞാനാണ് അവന് വണ്ടി എടുത്തു കൊടുത്തത്. അവനെ ഞാൻ വേറ്റിത്തിരിപ്പായിട്ടും ചോദിച്ചു നോക്കണം മാഡം, വേറ്റിത്തിരിപ്പായിട്ട് നോക്കാം. കാരണം അങ്ങനെ നോക്കാൻ പറ്റില്ല. അവനാണ് നമ്മുടെ കുടുംബ തത്താണി. അങ്ങനെ അവനെ എനിക്ക് കളയാൻ പറ്റൂല. അവൻ പറയണം ഞാനാണ് അവനെ കുഴപ്പം, ഇവരെ 2 പേരും ജീവിക്കാൻ സമ്മതിക്കാതെ. എങ്കിൽ പിന്നെ എനിക്ക് ഇന്നും ഈ കിടന്ന് വേലയ്ക്ക് പോകണ്ട. വയസ്സ് 46 ഇപ്പോഴും എനിക്കൊരു കൊച്ചു മരണപ്പെട്ടു. അവസ്ഥങ്ങൾ ആ കുട്ടിയെ നോക്കാതെയാണ് ഞാൻ ഇവരെ നോക്കണത്. ഇവൻ നേരം വിളിക്കുമ്പോ ഈ ഫോൺ എടുക്കുന്നു, വടക്കേ പറന്നുകളെ ഓടുന്നു, പണിക്കൊന്നും പോകുന്നു. ഞാൻ എന്താ പണിക്ക് പോകാത്ത എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചിട്ട് ഒന്നും മിണ്ടൂല. ഇപ്പൊ ഇങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ ആയി വന്നപ്പോഴത്തേക്കും മാമി ഇന്നോലൊക്കെ ഉള്ള കാര്യങ്ങളാണ്. ഞാൻ എൻ്റെ മാത്രമല്ല അവന്റെ ചിറ്റപ്പനോട് എല്ലാവരുടെയും പറഞ്ഞു, അത് മാമി ഒരു തെറ്റ് ചേട്ടൻ കൊണ്ടുവന്ന പെണ്ണിനെ ഞാൻ വിളിച്ചോണ്ട് പോയി. അതിൽ ഞാൻ ലോകം മുഴുവൻ നാറി. ആ ഒരു നാറ്റക്കേസോടുകൂടി ഇനി എൻ്റെ ജീവിതകാലം വരെ അവളുമായിട്ട് അവൾ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും അതോട് യോജിച്ച് പോവാം എന്നുള്ള, ഇനി എനിക്ക് ഒരു മനുഷ്യന്റെ മുമ്പ് തലകുനിക്കാൻ വയ്യ എന്നുള്ള രീതിയിലാണ് അവൾ എന്ത് കാണിച്ചാലും അതിനെല്ലാത്തിനും കൂട്ടുനിന്ന് ഞാൻ മുമ്പോട്ട് പോണത്. പക്ഷെ ഇപ്പൊ ഇനി എന്നെ കൊണ്ട് അത് പറ്റാതെ വന്ന് ഇനി അവൾ എന്തിനാണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ. കണ്ടിട്ടാണ് ഞാൻ നീതിയായിട്ട് പോണത്. പറ നിങ്ങൾക്ക് പരസ്പരം വിശ്വാസമുണ്ട്. അയാൾക്ക് നിങ്ങളെ തന്നെ വേണം. നിങ്ങൾ അങ്ങേയറ്റം സ്നേഹിക്കുന്നുണ്ട്.
എന്റെ പരിധിക്ക് എന്റെ ഭാര്യ എന്റെ കൂടെ താമസിക്കണമെന്ന് അയാൾ ആവശ്യപ്പെട്ടുള്ളൂ. നിങ്ങളെ കുറിച്ച് ഒരു മോശം അഭിപ്രായം പറഞ്ഞില്ല. മനസ്സിലായി? പിന്നെ ഇവരാരും പറയുന്നത് മുഖവിലേക്ക് എടുക്കണ്ട. അമ്മാവി ആയിക്കോട്ടെ, അമ്മാവനായിക്കോട്ടെ, മാമനും മാമിയും എല്ലാം പുറത്ത്, അത് അവരവരുടെ കാര്യങ്ങള്. പൊതുജനത്തിന് പല അഭിപ്രായവും പറയാം. ജീവിക്കേണ്ടത് നിങ്ങളാണ്, നിങ്ങളുടെയാണ് ജീവിതം. അല്ലാതെ ഇത് അങ്ങനെ ഇരിക്കണം, അതിങ്ങനെ ഇരിക്കണം എന്നൊക്കെ കുറ്റം പറയാനും കുറവ് പറയാനും ലോകത്ത് 100,000 പേര് കാണും. അതൊക്കെ അവഗണിച്ച് തള്ളുക. നിങ്ങൾക്ക് പരസ്പരം വിശ്വാസം വേണം, സ്നേഹം വേണം. മറ്റൊരാൾ പറഞ്ഞാൽ വിട്ടുകൊടുക്കരുത്. ഭാര്യയായാലും ഭർത്താവായാലും എന്നുള്ള തോന്നല് നിങ്ങൾക്കുണ്ടായാൽ പുറത്തുനിന്ന് ഒരാൾ അകത്ത് കഴിയുന്ന ഭരിക്കേണ്ട ആവശ്യം എന്തുവാ? അത് നിങ്ങളുടെ അമ്മയാലും പറയാ. രാധാകുമാരിയുടെ അല്ല ഗീതയല്ല ജീവിക്കുന്നത്, രാധാകുമാരി അല്ല ജീവിക്കുന്നത്. പുറത്തു വന്നോണ്ടിരുന്ന ഇവിടെ ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം എന്നൊക്കെ വെറുതെ ചേരവില്ലാത്ത കാര്യങ്ങൾ ആർക്കും വേണേൽ പറയാം. സംസാരിക്കേണ്ടത് വിനോദും സൂര്യയുമാണ്. അവരാണ് ജീവിക്കേണ്ടത്. അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ്. നമ്മൾ എന്തങ്ങോട്ട് കൊടുക്കുന്നു അതേ തിരിച്ചു ചോദിക്കാൻ നമുക്ക് അവകാശമുള്ളൂ, അല്ലേ? ഞാനിപ്പോ സൂര്യയോട് ഏത് തരത്തിൽ പെരുമാറുന്നു എന്നുള്ളത്, എന്നോട് നിങ്ങൾ അങ്ങനെ പെരുമാറും എന്നുള്ള ഒരു ധ്വനിയും കൂടെ അതിനകത്തുണ്ട്. അപ്പൊ എന്തും നമ്മൾ കൊടുക്കുന്നതേ നമുക്ക് തിരിച്ചാവശ്യപ്പെടാൻ പറ്റും. സൂര്യൊക്കെ സ്നേഹമായിട്ടും ബഹുമാനമായിട്ടും അവരോട് പെരുമാറുക. അമ്മയോട് പെരുമാറുന്നത്ര സ്വാതന്ത്ര്യത്തോട് പോലും ഒന്നും പറയാൻ പാടില്ല. ഇതിന് വലിയ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിനകത്ത് ബന്ധുക്കളുടെ അമിതമായ ഇടപെടലുകൾ വരാനേ പാടില്ല. അതിന്റെ ആവശ്യമില്ല. രാധാകുമാരി ആയാലും പറയാം, ഇടപെടരുത് രാധാകുമാരി. രാധാകുമാരിയുടെ ഉദാഹരണം ഞാൻ പറയായിരുന്നു. നിങ്ങൾ ഒരു ഭർത്താവ് മരിച്ചു, നല്ലവനല്ലാത്ത ഒരാളുടെ കൂടെ നിങ്ങൾ അത്രയും സഹിച്ച് ജീവിച്ചു. അയാള് അരുതാത്ത കാര്യങ്ങൾ ചെയ്തു. അത് നിങ്ങൾ ചോദിച്ചപ്പോൾ അയാൾക്ക് മനസ്സിലായി, കുഴപ്പമാണ് ഞാൻ ചെയ്തത് മനസ്സിലായിട്ട് തൂങ്ങിയതാ. അത് കഴിഞ്ഞ് 2 പെൺകുട്ടികളുള്ള നിങ്ങളൊരു വിവാഹം കഴിച്ച തെറ്റേ അല്ല. അതിന്റെ കുറ്റബോധം നിങ്ങൾക്ക് വേണ്ട. പക്ഷേ നിങ്ങൾ ധാർമ്മികമായിട്ടുള്ള ഒരു സംഗതിയാ ചെയ്തിരിക്കുന്നത്. അയാളുടെ വീട്ടിൽ പോയി താമസിക്കണം. ഞാൻ അവിടെയായിരുന്നു, ഇവരും ഇവളും ഞങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അതെ. അപ്പോ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ആ വീട്ടിൽ ഇയാൾ വന്ന് താമസിക്കണം എന്ന് നിർബന്ധിക്കുന്നത് മര്യാദയല്ല. മേഡം, ഇവര് നന്നായി ജീവിച്ചാൽ മതി. അവർക്ക് ഇഷ്ടമുള്ളിടത്തോട്ട് ജീവിക്കണം. ഞാൻ അതിന് ശല്യം ചെയ്യാൻ പാടില്ല. അവർക്കും കൂടെ ഇഷ്ടമുള്ളതായിരിക്കണം. പക്ഷെ ഞാൻ ശല്യം ചെയ്യാനോ ഇവരെ ബുദ്ധിമുട്ടിപ്പിക്കാനോ ഞാൻ പോകും. ഈ സംഭവത്തില് ഇവർ രണ്ടാളുടെ വിനോദിന്റെയും സൂര്യയുടെയും കാര്യത്തില് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ചെറിയ തെറ്റിദ്ധാരണകളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചെറിയ തെറ്റിദ്ധാരണകൾ. പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഞാനിപ്പോൾ ഇയാളെ ശ്രദ്ധിക്കായിരുന്നു, ഇയാളെ ഒരിക്കലും അവളിന് പോലും വിളിച്ചിട്ടില്ല. അവരുടെ ഇവരെ വിളിച്ചോണ്ടിരുന്നത്. അതുപോലെ ചേട്ടനെ മാത്രമേ ഇവള് വിളിച്ചിട്ടുള്ളൂ. അപ്പൊ ഇത്ര, അതായത് ആ ബഹുമാനം, പരസ്പരമായിട്ടുള്ള ബഹുമാനവും സ്നേഹവും ഒക്കെ നിങ്ങൾ തമ്മിലുണ്ട്. അത് എന്തോ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട്, ചില എന്താ പറയുക, മോഹങ്ങളോ മോഹഭംഗങ്ങളോ അല്ലെങ്കിൽ ആരോഗ്യത്തിന്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അലസത, ഒരുപക്ഷെ അലസതയായിരിക്കാം. ഈ കാര്യങ്ങൾ കൊണ്ട് ശരിക്ക് രണ്ടും 2 വിഭാഗമായിട്ട്, അയാൾ അവിടെ പോയി താമസിക്കുന്നു, നിങ്ങൾ വീട്ടിൽ പോയി താമസിക്കുന്നു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്ക് നല്ല ബന്ധുബലമുണ്ട്. നിങ്ങളെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അമ്മയുണ്ട്, അയാളെ സംബന്ധിച്ച് അയാളുടെ അമ്മയുണ്ട്, അച്ഛനുണ്ട്, ഏട്ടനുണ്ട്, ഒക്കെ ഉണ്ട്. ഈ ബന്ധുബലം എന്ന് പറയുന്നത് ഒരു വലിയ ശക്തിയാണ്. അത് നിങ്ങൾ ഉപയോഗിക്കാൻ പഠിക്കണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ അത് അനുയോജ്യമായ രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം. അത് അവർ ദേഷ്യപ്പെടല്ലേ ചെയ്യുക. നിങ്ങളുടെ അമ്മായിയമ്മ വയസ്സായ സ്ത്രീയാണ്. അപ്പൊ അവരെ നമ്മൾ ശരിക്കും സ്നേഹിക്കുകയാണ് വേണ്ടത്, സ്വന്തം അമ്മേനെ പോലെ. അപ്പൊ ഒരിക്കലും അവർ തിരിച്ചൊന്നും പറയില്ല. അതുപോലെ അയൽവാസികളെ നമ്മൾ കാരണം നമുക്ക് എന്തെങ്കിലും ഒരു വിഷം വരുമ്പോൾ നമ്മളെ സഹായിക്കാൻ അയൽവാസികളുള്ളൂ. അവരായിട്ട് നിങ്ങൾ എപ്പോഴും ഒരു ചിരിച്ച മുഖമായിട്ടിരിക്കണം രണ്ടുപേരും. ഈ ചിരിക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഇഫക്റ്റാണ്. എപ്പോഴും ഇങ്ങനെ വിളിച്ച് എനിക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ നേടിയെടുത്തില്ല എന്നുള്ളൊരു മനോഭാവം ആവരുത്. ഒക്കെ ചിരിച്ച് എല്ലാ പ്രശ്നങ്ങളും ഒക്കെ വളരെ സന്തോഷത്തോടു കൂടി ഇതാക്കുക, രണ്ടാളും കൂടിയിട്ട്. പിന്നെ ഒരാള് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റാൾ അറിയിക്കണം. അതൊരു വലിയ കാര്യമാണ്. കാരണം അതാണ് കമ്മ്യൂണിക്കേഷൻ. ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരാൾ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പാടില്ല, സ്വന്തമായിട്ടൊരു പ്രവൃത്തിക്ക് പോകാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ള. മാഡം പറഞ്ഞതുപോലെ നിങ്ങൾ കുറച്ചു കാലം അവിടെ പോയി താമസിക്കുക, സ്വന്തം അമ്മേനെ പോലെ സ്നേഹിക്കുക, സ്വന്തം അച്ഛനെ പോലെ സ്നേഹിക്കുക, ഇങ്ങനെ അയാളെ സ്നേഹിക്കുക. അപ്പൊ അയാളുടെ അലസതയൊക്കെ മാറും, അയാൾക്ക് ചുമതല വരും. നിങ്ങൾ ആദ്യം തന്നെ പറയുന്നതെന്ന് വെച്ചാൽ അയാൾക്ക് ചുമതല ബോധം കുറച്ച് കുറവാണ്, കുറച്ച് കുട്ടികളി എന്നൊക്കെ അല്ലേ, അതൊക്കെ മാറും. അയാൾ വേറൊരു മനുഷ്യനാവും. അയാൾ മനുഷ്യനായി കഴിഞ്ഞാൽ ആ കിട്ടുന്ന വരുമാനം തീർച്ചയായിട്ടും നിങ്ങളുടെ കുഞ്ഞിനും നിങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കും. കുറച്ചൊക്കെ അമ്മയ്ക്കും അച്ഛനും കൊടുക്കുന്നതിന് ഒരിക്കലും എതിര് പറയാൻ പാടില്ല. കാരണം നമ്മൾ ജീവിച്ച് വന്നൊരു സാഹചര്യം മനസ്സിലാക്കണം. അമ്മയും അച്ഛനൊക്കെയാണ് നമ്മളെ വളർത്തിയിട്ടുള്ളത് ഓരോരുത്തരെ. അത് കഴിഞ്ഞിട്ടാണ് ഭാര്യ വരുന്നത്.
അപ്പോൾ ഈ ഭാര്യമാർക്കൊരു ഇതുണ്ട്, അയ്യോ ഭർത്താവിൻ്റെ മുഴുവൻ എനിക്ക് കിട്ടണം എന്നുള്ളത്. അത് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്. അവരെയും കൂടി നിങ്ങൾ ഉൾക്കൊള്ളണം. അത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ അംഗങ്ങളാണെന്ന് നിങ്ങൾ അത് ആലോചിച്ചെടുക്കണത്. എന്നിട്ട് ആ രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കണം. അങ്ങനെ ഒരു 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 അറേഞ്ച്മെൻറ്റ് ഇവർ തൽക്കാലം ചെയ്യണം. ഇപ്പോൾ മാഡം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം, അപ്പോൾ അതൊന്ന് ഡീവിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങളിവിടെ ഇൻഫോം ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെയൊക്കെ സഹായം ഉണ്ടാവും. കാരണം നിങ്ങളിപ്പോൾ ഞങ്ങളുടെ ഒരു 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 എന്താ പറയുക നോട്ടത്തിലാണിപ്പോൾ. ഇനി ഞങ്ങൾ തുടർന്ന് നോക്കിക്കൊണ്ടേയിരിക്കും നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ, തെറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഒക്കെ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു സംരക്ഷണം ഈ ഇതിൻ്റെ കൈരളി ടിവിയുടെ ഒക്കെ നിങ്ങളുടെ ഇതിനുണ്ടാവും. വളരെ സ്നേഹത്തോടു കൂടി. സ്നേഹമാണ് എല്ലാറ്റിനും നിദാനമായിട്ടൊരു കാര്യം. അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസം, സ്നേഹം. ഞാൻ ചെയ്തില്ല, നീ ചെയ്തില്ല എന്നല്ല, എനിക്കെന്ത് ചെയ്തില്ല എന്നല്ല, എനിക്കെന്ത് ചെയ്യാൻ കഴിയുന്നുള്ളതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അല്ല അയാൾ എനിക്ക് എന്ത് ചെയ്തില്ല എന്നുള്ള അങ്ങനെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വന്നു കഴിഞ്ഞാൽ ശരിക്കും ജീവിതം വളരെ സുഖമായിട്ട് നിങ്ങൾക്ക് കൊണ്ട്. നിങ്ങളൊരു ബുദ്ധിയുള്ള പെൺകുട്ടിയാണ്, പഠിച്ചില്ലേ 10ാം ക്ലാസ്സൊക്കെ? നിങ്ങളുടെ മകളല്ലേ? ആ മകളും അതുപോലെ ബുദ്ധിയുള്ള കുട്ടിയായിരിക്കും. ആ കുട്ടിയെ നന്നായി പഠിപ്പിക്കണം, അവർ നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, കോളേജ് വിദ്യാഭ്യാസം കൊടുക്കണം. അങ്ങനെ ആ ഒരു സെറ്റപ്പിൽ വേണം വരാൻ. പിന്നെ സ്വത്ത് അതൊക്കെ തന്നെ വരും. നിങ്ങൾക്ക് ഈ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ അലസത വിടണം. പിന്നെ വേറെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ അത്ര ആരോഗ്യം ഇല്ല എന്നുള്ള, അവരെ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തണം. അത് നിങ്ങൾ എപ്പോഴും മനസ്സിലുണ്ടാവണം. അവർ സാധാരണ അവർക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അത് ചെയ്തിട്ട് നിങ്ങൾ സുഖമായിട്ടൊരു ജീവിതം സന്തോഷപരമായിട്ട് നടത്തണം. അങ്ങനെ ചെയ്താൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ചാരിതാർത്ഥ്യമാണ്. അതിനുള്ള ഒരു പ്രയത്നമായിരിക്കണം. നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന ഒരു പ്രോമിസ് ആയിരിക്കണം അത്. ആ പ്രോമിസ് നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം. അതിനുള്ള ഒരു എഗ്രിമെൻ്റ് ഒക്കെ ഞങ്ങളിപ്പോൾ ഇവിടെ എഴുതിക്കും. നിങ്ങൾ രണ്ടുപേരും ഒപ്പിടുക, അതിവിടെ സൂക്ഷിക്കും, റെക്കോർഡായിട്ട് സൂക്ഷിക്കും. ഡീവിയേഷൻ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് വരും. നിങ്ങൾ തമ്മിൽ ഡിസ്പ്യൂട്ട് ഈ കൈരളിക്കും ഈ കെൽസയുടെ പാനലിനും സമർപ്പിച്ചു. അതുപ്രകാരം മീഡിയേഷൻ ഡിസ്കഷൻസ് ഒക്കെ നടന്നു. ആ ഡിസ്കഷൻ നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 2 പാർട്ടികളും മ്യൂച്വലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എഗ്രി ചെയ്തു. എന്താണ് എഗ്രി ചെയ്ത്? നിങ്ങൾ വളരെ പീസ്ഫുള്ളായിട്ടും സന്തോഷകരമായിട്ടും ഒരു തുടർന്നുള്ള ജീവിതം നയിക്കും. അതിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ അയാളാണെങ്കിൽ അയാളുടെ വീട്ടിലേക്ക് നിങ്ങളെ വിളിച്ചു കൊണ്ടുപോകും, നിങ്ങളെ സംരക്ഷിക്കും, ചുമതലയോടുകൂടി നിങ്ങൾ നോക്കും. മനസ്സിലല്ലേ? ഇതിന് യാതൊരു മാറ്റങ്ങളും ഉണ്ടാവാൻ പോകുന്നില്ല. ആ ഒരു അതാണ് ഇത് പറഞ്ഞത്. പിന്നെ മാഡത്തിൻ്റെ മീഡിയേഷനെ കുറിച്ചിട്ട് അപ്രീസിയേഷൻ. ഓക്കെ. എന്തായാലും നന്മയുള്ള കുറച്ച് മനുഷ്യരുമായിട്ട് നടന്നൊരു ചർച്ചയാണിത്. ഇത് ചെറിയ ചെറിയ സൗന്ദര്യപ്പിണക്കങ്ങളും ചെറിയ പരിഭവമൊക്കെ ഉള്ളൂ. എങ്കിൽ പോലും ഭാവിയിൽ വളരെ വലിയ പ്രശ്നങ്ങളായേക്കാവുന്ന അന്തരീക്ഷവും. ജീവിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളവർ 2 പേരും ചെറുപ്പം. പക്ഷേ പക്വതയും പ്രായവും അനുഭവ സമ്പത്തുമുള്ള പലരെയും നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഞങ്ങളിവിടെ അനുഭവിക്കുന്നുണ്ട്. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയവരെ ബോധ്യപ്പെടുത്തി അതിലേക്ക് കൊണ്ടുവരാൻ എത്രയോ കണ്ടക്ഷോഭം ചെയ്യേണ്ടി വരുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും വേണ്ടി വന്നില്ല. ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റി. അതിൻ്റെ സന്തോഷമുണ്ട്. കാരണം വലിയ വലിയ കേസസ് ഹാൻഡിൽ ചെയ്യുന്ന ജഡ്ജിങ് പാനലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് കേൾക്കുന്ന പലതും ചെറിയ കാര്യങ്ങളായിട്ട് തോന്നും. പക്ഷെ വൈകാരികമായിട്ടുള്ള സംഗതികളായതുകൊണ്ട് ഏത് സമയത്തും അത് പൊട്ടിത്തെറിക്കും. നമ്മളെക്കുറിച്ച് കൂടുതൽ ആകാംക്ഷാഭരിതരായിരിക്കുന്ന നമ്മുടെ ബന്ധുക്കളും നമ്മുടെ അയൽക്കാരും അല്ലെങ്കിൽ അന്തരീക്ഷവും ഒക്കെ പലതും നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും അകത്ത് വെച്ച് തന്നെ പറഞ്ഞു തീർക്കാവുന്ന പല കാര്യങ്ങളും കുറച്ച് കൂടുതലാവും, സ്വാഭാവികം. എന്നാൽ തന്നെയും ആ 2 കുട്ടികളും ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി ബോധ്യപ്പെട്ട് ഒന്നിച്ച് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറായി. ഒത്തിരി സന്തോഷമുണ്ട്. ഇതുപോലെ സന്തോഷിക്കാവുന്ന ഒരു എപ്പിസോഡുമായി വീണ്ടും കാണണം ജീവിതം സാക്ഷിയിലൂടെ. നമസ്കാരം.